നാളെ പഠിക്കാമെന്ന് പറഞ്ഞൊന്ന് മാറ്റി വെച്ചതേ ഓർമ്മയുള്ളൂ. ഓണം എക്സാം ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. സോ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചാലാണ് നല്ല മാർക്ക് കിട്ടുക, ഇനി പഠിച്ചാൽ എനിക്ക് A+ലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വരെ വീഡിയോ കണ്ടോ. ആദ്യമേ പറയാം, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ചാപ്റ്ററുകൾ ടോപ്പിക് ബൈ ടോപ്പിക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരറ്റത്തെത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസിന്മേലാണ്. ഈ ക്വസ്റ്റ്യൻസുകളിലൂടെ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഏതാ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്, ഫോക്കസ് ഏരിയാസ് എവിടെയാണ്, തീരെ ചോദ്യം ചോദിക്കാത്ത ഭാഗങ്ങൾ ഏതാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരുപാട് അഡീഷണൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാലേ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അഡീഷണൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും വൺ ഷോട്ട് ക്ലാസ്സുകളും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? എല്ലാ ചാപ്റ്ററിന്റെയും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, നമ്മൾ എക്സാം തലേന്നല്ല പ്രഡിക്ഷൻ നടത്തുന്നത്, ഓൾറെഡി ആപ്പിൽ എല്ലാ ചാപ്റ്ററുകളുടെയും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററുകളുടെയും അഡീഷണൽ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിന് പുറമെ കൂടുതലുള്ള ചോദ്യങ്ങൾ, എല്ലാ ചാപ്റ്ററിന്റെയും ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങൾ. നിങ്ങൾക്കൊരു ഭാഗം റിവൈസ് ചെയ്യണമെന്ന് തോന്നിയാൽ ചെറിയ ഡ്യൂറേഷനുള്ള 1 മണിക്കൂർ കൊണ്ടോ 45 മിനിറ്റ് കൊണ്ടോ ഒക്കെ ചാപ്റ്ററെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന വൺ ഷോട്ട് ക്ലാസ്സുകൾ, അല്ല ഒരു പോർഷൻ നല്ല ഡൗട്ട് ഉണ്ട് കൃത്യമായിട്ട് കാണണമെന്ന് തോന്നിയാൽ എല്ലാ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓണം എക്സാമിന് വേണ്ടി മാത്രമാണോ? അല്ല, ഓണം എക്സാം മുതൽ ഇനിയുള്ള ആനുവൽ എക്സാം വരെ കംപ്ലീറ്റ്ലി സെറ്റ് ആക്കാൻ പോകുന്ന ഒരു ടോട്ടൽ പാക്കേജ് ആയിരിക്കും ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ സാറേ, ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ സിലബസ് ഡിസംബർ 31 കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ 1-2 ആഴ്ചകൾ മുമ്പ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോവല്ല, തട്ടിപ്പടക്കാൻ പോവല്ല. ഡിസംബർ 31 മുമ്പ് തന്നെ ഈ ബാച്ചുകളിലുള്ള മക്കളുടെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പൊ സാറേ, ഡിസംബർ 31 അത്രയും നേരത്തെ തീർക്കേണ്ട ആവശ്യമുണ്ടോ? ജനുവരിയും ഫെബ്രുവരിയും ഒക്കെ അല്ലേ എക്സാമിന് മുമ്പ്. ആ ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ നമ്മളുടെ ഇന്റൻസീവ് റിവിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. സാധാരണ എക്സാമിന് പോയിട്ട് പഠിച്ചത് മറന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറില്ലേ? ആ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. സോ ജനുവരി ആൻഡ് ഫെബ്രുവരിയിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ മാത്രം നൽകുന്ന മറ്റെവിടെയും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ഫീച്ചർ, പേഴ്സണലൈസ്ഡ് ടൈം ടേബിൾ ഫോർ എവറി സ്റ്റുഡൻറ്. അഥവാ നമ്മളുടെ ആപ്പിൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്, നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഇത്ര ചാപ്റ്ററുകൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കിഡിലൻ സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തരും. അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ടൈം ടേബിളുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസ് വാട്സപ്പ് ക്ലബ്സ്. ഓരോരുത്തർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിന് വേണ്ടി മാത്സ് ക്ലബ്ബ്, ഫിസിക്സ് ക്ലബ്ബ്, ബയോളജി ക്ലബ്ബ്, കെമിസ്ട്രി ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്ലബ്ബുകൾ നമ്മളുടെ ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിലൊക്കെ നമ്മൾ ബേസിക് ലെവൽ മുതൽ വളരെ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലബ്ബുകളിലൂടെ ഡിസ്കസ് ചെയ്യും. ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലബ്ബുകളിലൂടെ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ബാങ്ക്. നമ്മൾ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനുകളിലൂടെയാണ് ഒരു കുട്ടി എപ്പോഴും പഠിക്കേണ്ടത്. ടോപ്പിക്കുകളിലൂടെ, സബ് ടോപ്പിക്കുകളിലൂടെ, യൂണിറ്റ് ടെസ്റ്റുകളിലൂടെ, മോഡൽ എക്സാമിലൂടെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, അവിടെ കൃത്യമായി ചെയ്തു പഠിക്കും. ആൻഡ് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഏറ്റവും കിടിലൻ ഫീച്ചർ അഥവാ പേഴ്സണൽ മെന്റർ. നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും. എജുപോർട്ടിന്റെ മെന്റർഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മെന്റർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ, അവർ പറഞ്ഞു തരും. ഏറ്റവും ബെസ്റ്റ് മെന്റർഷിപ്പ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു തരത്തിലും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ആവാൻ സമ്മതിക്കാതെ
നിങ്ങളെ പഠിക്കാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു മെൻറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് വിത്ത് ടീച്ചേഴ്സ്. നമ്മളുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസുമായിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് വാട്സപ്പിലൂടെ ഡയറക്റ്റ്ലി ഇൻ്ററാക്ട് ചെയ്യും. അവർക്ക് വേണ്ട ഡൗട്ടുകൾ ടെക്സ്റ്റുകളായിട്ടോ വോയിസുകളായിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടോ ഒക്കെ നമ്മൾ തന്നെ അവർ ഓരോരുത്തരുടെയും ഡൗട്ടുകൾ കൃത്യമായി ക്ലിയർ ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഈ പറയുന്ന ഓണം എക്സാമിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസിലൂടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് അവിടെ കവർ ചെയ്യും. അതുപോലെ 3 സെറ്റ് ഓഫ് നോട്ട്സ് ആൻഡ് എക്സാംസ്. എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം എഴുതും, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് എഴുതും, ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ എന്ത് എഴുതും? മോഡൽ എക്സാം എഴുതും. അഥവാ എഴുതി ചെയ്ത് തന്നെ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. ഇതിന് പുറമെ തന്നെ ഡെയിലി ഷെഡ്യൂൾ പോലെയുള്ള, ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് നമ്മുടെ ആപ്പ് തന്നെ പറഞ്ഞു തരുന്ന ഡെയിലി ഷെഡ്യൂൾ പോലെയുള്ള, അനാലിസിസ് പോലുള്ള ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കാത്തിരിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ A+ ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഓൾറെഡി നമ്മളുടെ സൂപ്പർ ബാച്ചിലുള്ള മക്കൾക്കുണ്ടായിരിക്കും, അവർക്കുണ്ടല്ലോ സൂപ്പർ ബാച്ചിലുള്ള മക്കൾക്കും ഈ പറയപ്പെടുന്ന എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ ആയിട്ട് നൽകുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഇന്ന ബാച്ച് അല്ലെങ്കിൽ ഇന്ന പ്ലാൻ എന്നുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനുകളൊന്നുമില്ല. എജുപോർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരേ പ്ലാനേ ഉള്ളൂ. ആൻഡ് ഈ ഒരു പ്ലാനിൻ്റെ, ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് വെറും 2,999 ആയിരിക്കും. അഥവാ നമ്മുടെ ക്ലാസ് 8ൻ്റെ ഒറിജിനൽ ഫീ എന്ന് പറയുന്നത് 4,199 ആയിരുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറോട് കൂടി 2,999 ആയിരിക്കും നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നൽകുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഒറ്റ പ്രൈസിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ഫീച്ചേഴ്സും ലഭിക്കാൻ പോകുന്നത്. അല്ലാതെ നോട്ടിന് ഒരു ഫീസ്, അതുപോലെ തന്നെ ക്ലാസ്സിന് വേറെ ഫീസ്, അതുപോലെ വേറെ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ വേറെ ഫീസ്, അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ബാച്ചിലേക്ക് വന്ന എല്ലാ ഫീച്ചേഴ്സിനും കൂടി ഒരൊറ്റ ഫീ മാത്രം നിങ്ങൾ അടച്ചാൽ മതിയായിരിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പം തന്നെ കയറി രജിസ്റ്റർ ചെയ്തോ, പേരും നമ്പറും മാത്രം നൽകിക്കോ. ഇനി ഇപ്പം അടക്കാൻ പൈസ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യുന്നുള്ളെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടോ. ഈ ഒരു അവസരം ഒരു കാരണവശാലും മിസ്സാക്കണ്ട.